ഹായ് ഫ്രണ്ട്സ്, രാവിലെ എണീച്ച് വന്നത് ഇന്ന് എന്താ ഒരു കറി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചാണ്. അപ്പോഴാണ് ഉലുവ ചീര കൊണ്ട് ഒരു വ്യത്യസ്തമായ കറി ഉണ്ടാക്കാമെന്ന് കരുതിയത്. ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഉലുവ ചീര, പിന്നെ സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, തക്കാളി, പിന്നെ നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം വേണം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും. ഇത്രയുമാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റണം. സവാളയുടെ കൂടെ നമുക്ക് പച്ചമുളകും ആദ്യം തന്നെ ചേർക്കാം. അങ്ങനെ സവാളയും പച്ചമുളകും കടുവും ഉലുവയും പൊട്ടിച്ച് എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റണം. ഉലുവ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഔഷധമാണ്. അപ്പോൾ ഉലുവ ചീരയാകുമ്പോഴേക്കും ഉലുവയുടെ ബെനിഫിറ്റും, അതുകൂടാതെ ഇലക്കറി, ഉലുവ ചീരക്കറിക്ക് ഇലക്കറിയുടെ പോഷക ഗുണങ്ങളും നമുക്ക് ലഭിക്കും. വൈറ്റമിൻ എ പോലെയുള്ള ധാരാളം പോഷകം ഉലുവ ചീരയിലും അടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഉള്ളി നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളിയും, ഈ സമയത്ത് നമുക്ക് തക്കാളിയും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. അങ്ങനെ ഉപ്പും തക്കാളിയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി വഴറ്റണം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് അത് വേകാനുള്ള സമയം കൊടുക്കണം. അപ്പോഴേക്കും തീ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വയ്ക്കാം. മൂടി വെച്ച് നമ്മുടെ തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ചില്ലി പൗഡർ തന്നെ ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കൂടെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉലുവ ചീര ചേർക്കാം. ഉലുവ ചീര ഒത്തിരി അങ്ങ് ചെറുതായിട്ട് നുറുക്കേണ്ട കാര്യമില്ല. കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ടാൽ മതി. ഇനി അത് ഇതുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആകുന്നവരെ നേരെ ഇളക്കി കൊടുക്കണം. ഉലുവ ചീര പെട്ടെന്ന് ഇലയായതുകൊണ്ട് പെട്ടെന്ന് വേവും. അതുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. സവാളയും തക്കാളിയും ഉലുവയുടെ ഇലയും എല്ലാം ചേർന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നവരെ ഇളക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കാം. കറിക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്താണ് ചാറ് ഉണ്ടാക്കേണ്ടത്. ചോറിന് കൂട്ടാനുള്ള ഒരു ചാറ് കറിയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചധികം പുളി വെള്ളം ചേർക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. പുളിയിൽ കിടന്ന് തിളയ്ക്കണം. അങ്ങനെ നമ്മളെ കറി പുളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ്. അത് നല്ല മണവും രുചിയും നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അതെന്താണെന്ന് നോക്കാം. അതാണ് നമ്മുടെ കായം. കായം നമുക്ക് ഡൈജഷനും നല്ലതാണ്, കറിക്ക് നല്ലൊരു മണവും നൽകും.
കറി പാകമായതിന് ശേഷമാണ് നമുക്ക് കായം ചേർക്കേണ്ടത്. അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് നമുക്ക് കായം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കറിക്ക് കായത്തിൻ്റെ ഒരു മണം മുന്നിൽ നിൽക്കും. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്കൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ തൂവി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. വളരെ ഈസിയുമാണ് ഉണ്ടാക്കാൻ, ഹെൽത്തിയുമാണ്.